ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വളരെ മിനിമലായിട്ട് മേക്കപ്പ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ മേക്കപ്പ് സാധനങ്ങൾ വളരെ കുറവാണ് എനിക്ക്. എന്നിരുന്നാലും എത്ര കുറവ് ഐറ്റംസ് ആണെങ്കിലും അതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് ഓർഗനൈസ്ഡ് ആക്കി വെക്കേണ്ട ഒരു ആവശ്യമുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ മേക്കപ്പ് സാധനങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് വെക്കാനായിട്ട് ഒരു ഡ്രസ്സിംഗ് ടേബിൾ ഞങ്ങൾ ഡിസൈൻ ചെയ്തത് നമ്മുടെ മാസ്റ്റർ ബെഡ്റൂമിൽ അറ്റാച്ച്ഡ് ബാത്റൂമിനോട് അടുത്ത് തന്നെയാണ്. അതായത് നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞിറങ്ങുന്ന വഴിക്ക് തന്നെ മേക്കപ്പ് ഒക്കെ ചെയ്യാൻ പാകത്തിന്. പക്ഷെ ഈ ഒരു ഡ്രസ്സിംഗ് ടേബിളിന് ഒരു പ്രത്യേകതയുണ്ട്. അതിന്റെ രണ്ട് പാർട്ടീഷൻ നമ്മൾ മെഡിസിൻസ് ഒക്കെ സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാട്ടോ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ഡ്രോവറും രണ്ട് പാർട്ടീഷനും മാത്രമേ നമുക്ക് മേക്കപ്പ് സാധനങ്ങൾ വെക്കാനായിട്ടുള്ളൂ. ഈ മേക്കപ്പ് സാധനങ്ങൾ വെക്കാനായിട്ട് ഞാൻ അറേഞ്ച് ചെയ്ത് വെച്ചിരുന്ന ഭാഗത്തിന്റെ അവസ്ഥ ഇപ്പൊ ഇതുപോലെയാട്ടോ. കാരണം നമ്മൾ അടിക്കടി ട്രാവൽ ചെയ്യുന്നത് കൊണ്ടൊക്കെ മേക്കപ്പ് സാധനങ്ങളൊക്കെ ഞാൻ എടുത്ത് ഇങ്ങനെ പൗച്ചിലൊക്കെ ആക്കിയിട്ടായിരിക്കും ട്രാവൽ ചെയ്യാനൊക്കെ കൊണ്ടുപോകുന്നത്. ട്രാവലൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ ഈ സാധനങ്ങൾ തിരിച്ച് അതാത് സ്ഥലത്തേക്ക് എടുത്തു വെക്കാനായിട്ട് വിട്ടുപോകാറുണ്ട്. അപ്പോഴത്തെ ഒരു തിരക്കിന് നമ്മൾ അത് അങ്ങനെ തന്നെ വിടും. പക്ഷെ എനിക്ക് മനസ്സിലായത് ഞാൻ ഓർഗനൈസ് ചെയ്ത് വെച്ചിരുന്ന ആ ഒരു സിസ്റ്റത്തിന്റെ പ്രശ്നം കൊണ്ടാണ് എനിക്ക് തിരിച്ച് സാധനങ്ങൾ അതാത് സ്ഥലത്തേക്ക് എടുത്ത് വെക്കാൻ പറ്റാതെ വരുന്നതും അടിക്കടി ഈ സ്ഥലം അങ്ങനെ വളരെ മെസ്സി ആയിട്ട് തീരുന്നതും. എൻ്റെ കയ്യിൽ എത്രത്തോളം ഐറ്റംസ് ഉണ്ട് അവൈലബിൾ ആയിട്ടെന്നുള്ളത് പോലും എനിക്ക് കണ്ടെത്താൻ പറ്റാത്ത ഒരു രീതിയിലാണ് ഈ ഒരു സ്ഥലത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥ. അപ്പോൾ പുതിയൊരു സിസ്റ്റത്തിലൂടെ ഞാൻ ഈ ഒരു സ്ഥലം എങ്ങനെ ഓർഗനൈസ് ചെയ്യുന്നു എന്നുള്ളതാണ് കേട്ടോ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. വീടിന്റെ ഏതൊരു ഭാഗവും നമ്മൾ ഓർഗനൈസ് ചെയ്യുന്നതിന് മുമ്പ് ചെയ്യേണ്ട ഒരു കാര്യം, ആ ഒരു സ്ഥലത്ത് എന്തൊക്കെ ഐറ്റംസ് ഇരിക്കണ്ടോ അതെല്ലാം അവിടെ നിന്ന് എടുത്ത് മാറ്റി ഒന്ന് എംപ്റ്റി ആക്കുക എന്നുള്ളതാ. അപ്പോഴാണ് നമുക്ക് എത്രത്തോളം സ്പേസ് അവിടെ ഉണ്ടെന്നുള്ളതിനെ പറ്റിയിട്ട് ഒരു ഐഡിയ കിട്ടുള്ളൂ. അതിനനുസരിച്ച് വേണം നമ്മൾ സാധനങ്ങൾ ഓർഗനൈസ് ചെയ്ത് വെക്കാനായിട്ട്. ഇപ്പൊ പറഞ്ഞ പോലെ ഞാൻ ഡ്രോവറും അതുപോലെ തന്നെ രണ്ട് ക്യാബിനറ്റ്സും ആദ്യം തന്നെ എല്ലാ ഐറ്റംസും എടുത്ത് പുറത്തേക്ക് വെക്കുകയാണ്. അടുത്തത് ഇനി ആ സ്പേസസ് ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി വെക്കുക. വൃത്തിയാക്കിയതിന് ശേഷം വേണം നമ്മൾ എല്ലാ ഐറ്റംസും പുതിയതായിട്ട് അവിടേക്ക് എടുത്ത് വെക്കാനായിട്ട്. അപ്പോൾ പുതിയതായിട്ട് നമ്മൾ സാധനങ്ങൾ എടുത്ത് വെക്കുന്നതിന് മുമ്പ് നമ്മൾ ഓൾറെഡി വച്ചിരുന്ന ഐറ്റംസിൽ നമ്മൾ ഉപയോഗിക്കാത്ത സാധനങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്ത് നോക്കാം. ഇങ്ങനെ ഡീക്ലട്ടർ ചെയ്യാനായിട്ട് മെയിൻ തിങ് നമ്മൾ നോക്കേണ്ടത് നമ്മൾ 6 മാസത്തിന് മുകളിലായിട്ട് ഉപയോഗിക്കാത്ത എന്തെങ്കിലും സാധനങ്ങൾ ഉണ്ടോ എന്ന് നോക്കുക. അതുപോലെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ ഐറ്റംസ് എന്തെങ്കിലും നമ്മൾ ഇതുപോലെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടോ എന്നുള്ളതും കൂടി നോക്കാം. അതിനുശേഷം സാധനങ്ങൾ ആവശ്യമില്ലാത്തത് കളയാൻ മാറ്റി വെച്ചതിന് ശേഷം ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കാം കാറ്റഗറി തിരിച്ച്. ഐ മേക്കപ്പിനുള്ള സാധനങ്ങൾ ഒരുമിച്ച് വെക്കുക, നെയിൽ പെയിന്റ്സ് ഒരുമിച്ച് വെക്കുക. ഇങ്ങനെ കാറ്റഗറി തിരിച്ച് വെക്കുമ്പോൾ നമ്മൾ റെഗുലർ ആയിട്ട് യൂസ് ചെയ്യുന്ന ഐറ്റംസ് ഏതൊക്കെയാണെന്നുള്ളതും നമുക്ക് പ്രത്യേകമായിട്ട് അറിയാനായിട്ട് സാധിക്കും. കുറെ കാലങ്ങളായിട്ടായിരിക്കും നമ്മൾ പല പല സാധനങ്ങൾ ഇതുപോലെ കളക്ട് ചെയ്ത് നമ്മൾ വെച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ പുതിയ സാധനങ്ങൾ വരുന്നതിനനുസരിച്ച് പഴയ സാധനങ്ങൾ മാറ്റാനും ഡീക്ലട്ടർ ചെയ്യാനും ഒക്കെ നമ്മൾ വിട്ടുപോകാറുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സ്പേസ് മതിയാകാതെ വരുന്നതും. ഐ മേക്കപ്പിനുള്ള സാധനങ്ങൾ അതുപോലെ നെയിൽ പെയിന്റ്സ്, ലിപ്സ്റ്റിക്സ് ഒക്കെ നമ്മളിങ്ങനെ തരംതിരിച്ച് വെച്ച് കഴിഞ്ഞാൽ അടുത്തത് ഇതൊക്കെ ഓർഗനൈസ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. ഇതിന് നമ്മൾ പലതരത്തിലുള്ള ഓർഗനൈസേഴ്സ് യൂസ് ചെയ്യാം. ഡ്രസ് ചെയ്ത് എവിടെയെങ്കിലും പോകുന്ന സമയത്ത് ഞാൻ എൻ്റെ മുടി സ്റ്റൈൽ ചെയ്യാനായിട്ട് റീസെൻ്റ് ആയിട്ട് ഇപ്പോൾ ഉപയോഗിക്കുന്ന ഒരു ഐറ്റമാണ് അഗാരോ പോളിമൈസർ ഹെയർ ഡ്രയർ. ഹെഡ് ബാത്ത് ഒക്കെ കഴിഞ്ഞ് നമുക്ക് എവിടെയെങ്കിലും പോകേണ്ട സമയത്ത് മുടി വല്ലാതെ നനഞ്ഞിരിക്കുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റൈൽ ചെയ്തിടാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കുമല്ലോ. അത്തരം സാഹചര്യങ്ങളിലാണ് ഞാൻ ഈ ഒരു അഗാരോ വോളിമൈസർ ഹെയർ ഡ്രയർ യൂസ് ചെയ്യാറുള്ളത്. മുടി പെട്ടെന്ന് തന്നെ ഡ്രൈ ആക്കി തരുന്നത് മാത്രമല്ല നമ്മുടെ മുടിക്ക് കുറച്ചുകൂടി വോളിയം തോന്നിക്കാനും ഈ ഒരു ഹെയർ ഡ്രയർ നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഒരുപാട് നനവിലല്ല, ഒരു 80% ടവൽ ഡ്രൈ ചെയ്തതിന് ശേഷം വേണം നമ്മളിത് ഉപയോഗിക്കാനായിട്ട് മുടിയിൽ. ഇതാണ് എൻ്റെ മുടിയുടെ ഫ്രിസി ആയിട്ടുള്ള ലുക്ക്. ഇനി ഞാനിത് ഉപയോഗിച്ചതിന് ശേഷം എത്രത്തോളം സ്മൂത്ത് ആവുന്നു എന്നുള്ളത് കാണാട്ടോ. ഡിഫറെൻറ്റ് ഹീറ്റും അതുപോലെ തന്നെ സ്പീഡ് സെറ്റിങ്സും ഇതിന് വരുന്നുണ്ട്. നമ്മുടെ കംഫർട്ടിനനുസരിച്ച് ഇത് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. ക്രൗൺ ഏരിയ എന്നാണ് ഞാൻ എപ്പോഴും ഇത് സ്റ്റാർട്ട് ചെയ്യാറുള്ളത്. എന്ത് ഭംഗിയായിട്ട് ആ മുടിക്ക് വോളിയം തന്നെ കൂടിയതെന്ന് നോക്കൂ. എത്ര പെട്ടെന്നല്ലേ ഫ്രിസ് ഫ്രീ ആയിട്ട് നല്ല സ്മൂത്ത് ആയിട്ട് നമ്മുടെ മുടി മാറുന്നത്. അതിനുശേഷം രണ്ട് സൈഡിലും നമുക്ക് സ്റ്റൈൽ ചെയ്യാം. ഓവൽ ഷേപ്ഡ് ബാരൽ ആയതുകൊണ്ട് മുടിയുടെ എഡ്ജസ് ഇങ്ങനെ റൗണ്ട് ആയിട്ട് വരും കേട്ടോ. 1200 വാട്ട്സ് ഡ്രയർ ആണ്. അതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് തന്നെ ഡ്രൈ ആക്കുകയും ചെയ്യും. ഭയങ്കര ജെന്റിലായിട്ട് നമുക്ക് ഫീൽ ചെയ്യുകയും ചെയ്യും. വളരെ ഈവൻ ആയിട്ടുള്ള എയർ ഫ്ലോ ആണ് ഇതിന്റെ. അതുകൊണ്ട് തന്നെ സ്റ്റൈലിംഗ് വളരെ കൺസിസ്റ്റന്റ് ആയിട്ടും ഉണ്ടാവും. 360 ഡിഗ്രി വെൻസ് ആയതുകൊണ്ട് ഈവൻ ഹീറ്റ് ഡിസ്ട്രിബ്യൂഷൻ ആണ് എല്ലായിടത്തും. ഇത് ഹാൻഡിൽ ചെയ്യാൻ വളരെ എളുപ്പമാണെന്ന് മാത്രമല്ല ഇതിന്റെ കോഡ് റൊട്ടേറ്റ് ചെയ്യുകയും ചെയ്യും.
ഇതിനൊരു സേഫ്റ്റി ഫീച്ചറും കൂടി ഉണ്ട്. നമ്മളിത് യൂസ് ചെയ്യുന്ന സമയത്ത് ഓവർ ഹീറ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഇത് സ്വിച്ച് ഓഫ് ആവുകയും ചെയ്യും. മുടിക്ക് കൂടുതൽ വോളിയം തോന്നിക്കുന്ന രീതിയിൽ ഫ്രിസ് ഫ്രീ ആയിട്ട് ഷൈനി ആയിട്ട് നമ്മുടെ മുടി ഇനി സ്റ്റൈൽ ചെയ്യാം. ട്രാവൽ ചെയ്യുന്ന സമയത്ത് നമുക്കിത് കൊണ്ടുപോകാനും വളരെ എളുപ്പമാണ് കേട്ടോ. സ്റ്റോർ ചെയ്യാനും വളരെ ഈസിയാണ്. ഞാൻ എൻ്റെ ഡ്രസ്സിംഗ് ടേബിൾ ക്യാബിനറ്റിൽ ആദ്യം തന്നെ ഡ്രോവറിൽ വെക്കുന്നത് ഈ ഒരു ഐറ്റം ആണ് കേട്ടോ. പ്രോഡക്റ്റിൻ്റെ ലിങ്ക് ഞാൻ ടാഗ് ചെയ്യാം, ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തേക്കാം. ആവശ്യമുണ്ടെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കൂ. ഇനി നമുക്ക് ഓരോരോ ഐറ്റംസ് എങ്ങനെയാണ് ഓർഗനൈസ് ചെയ്ത് വെക്കാൻ നോക്കാം കേട്ടോ. ഞാൻ എൻ്റെ ഇയർ റിങ്സ് ഒക്കെ ഓർഗനൈസ് ചെയ്ത് വെക്കാനായിട്ട് ഈ പഴയ ഒരു എഗ്ഗ് ട്രേ ആണ് കേട്ടോ ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ ഇതിനിങ്ങനെ സെഗ്മെൻറ്റ്സ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ഇയർ റിങ്സ് ഒക്കെ സെപ്പറേറ്റ് ആയിട്ട് ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ഓരോ സെഗ്മെൻറ്റ്സിലായിട്ട് ഇട്ട് വെക്കാം. അപ്പോൾ ഇത് റീപ്ലേസ് ചെയ്യാനായിട്ട് ഞാൻ പുതിയൊരു ഓർഗനൈസർ വാങ്ങി. ഇതൊരു മൾട്ടി പർപ്പസ് ക്ലിയർ ജ്വല്ലറി ഓർഗനൈസർ ആണ് കേട്ടോ. ഇതിൻ്റെ പ്രത്യേകത ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള പ്ലാസ്റ്റിക് ബോക്സ് ആയതുകൊണ്ട് നമുക്ക് പുറത്തുനിന്ന് തന്നെ കാണാനായിട്ട് പറ്റും എന്തൊക്കെ ഐറ്റംസ് ആണ് ഉള്ളിൽ വെച്ചിരിക്കുന്നത് എന്നുള്ളത്. ഇതിൻ്റെ കൂടെ ഇങ്ങനത്തെ പ്ലാസ്റ്റിക് ഡിവൈഡേഴ്സ് വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഇപ്പോൾ വലിയ ഒരു ഇയറിംഗ് ഇടണമെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് സെഗ്മെൻറ്റ് നമുക്ക് വലുതാക്കാനായിട്ട് ഡിവൈഡർ അതിനനുസരിച്ച് സെറ്റ് ചെയ്താൽ മതി. നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഡിവൈഡർ നമുക്ക് ആഡ് ചെയ്യുകയും ചെയ്യാം, റിമൂവ് ചെയ്യുകയും ചെയ്യാം. ഇതിന് 36 ഗ്രിഡ് സെൽസ് ഉണ്ട്. മൾട്ടിപർപ്പസ് ആണെന്ന് പറയാൻ കാരണം നമുക്ക് വേണമെങ്കിൽ മെഡിസിൻ പിൽസ്, അതുപോലെ ജ്വല്ലറി, പിൻസ്, സ്ക്രൂസ്, സ്റ്റേഷനറി, ഇങ്ങനെ എന്ത് ഐറ്റംസ് വേണമെങ്കിലും നമുക്കിതിൽ സ്റ്റോർ ചെയ്ത് വയ്ക്കാം. ഞാനപ്പോൾ ഇയർ റിങ്സ് ഒക്കെ ഇതിൻ്റെ ഉള്ളിൽ ഇതുപോലെ സ്റ്റോർ ചെയ്ത് വെച്ചു. അപ്പോൾ നമുക്ക് പുറത്തുനിന്ന് നോക്കുമ്പോൾ കാണുകയും ചെയ്യാം. ഞാൻ ഇതുപോലത്തെ 2 ബോക്സ് വാങ്ങിയായിരുന്നു. ഒരെണ്ണത്തിൽ ഡെയിലി ഞാൻ യൂസ് ചെയ്യുന്ന, എപ്പോഴും യൂസ് ചെയ്യുന്ന ഇയർ റിങ്സും ഒരെണ്ണത്തിൽ നമ്മൾ ഒക്കേഷണലി യൂസ് ചെയ്യുന്ന ഇയർ റിങ്സും അതുപോലെ സെറ്റ് ചെയ്ത് വെച്ചേക്കാണ്. ഈ ഒരു പ്രോഡക്റ്റ് ഞാൻ ടാഗ് ചെയ്യാം, ആവശ്യമുണ്ടെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കൂ കേട്ടോ. എപ്പോഴും ഉപയോഗിക്കുന്ന ഐറ്റംസ് എല്ലാം കൂടി ഒരുമിച്ച് വെക്കാനായിട്ടാണ് നെക്സ്റ്റ് ഈ ഒരു ഓർഗനൈസർ ഞാൻ ഉപയോഗിക്കുന്നത്. പല പല ഐറ്റംസ് നമ്മൾ പല സ്ഥലത്ത് സ്റ്റോർ ചെയ്ത് വെക്കുന്ന സമയത്ത് ഓരോരോ ബോക്സ് ഓപ്പൺ ചെയ്തെടുക്കാനും ഒക്കെ ബുദ്ധിമുട്ടായതുകൊണ്ട് തന്നെ ഇത് ഓപ്പൺ ആയിട്ടുള്ള ഒരു ഓർഗനൈസറാണ്. അപ്പം നമുക്ക് ഐറ്റംസ് ഇതിൻ്റെ ഉള്ളിൽ ഓർഗനൈസ് ചെയ്ത് വെച്ചാൽ മതി. ഡെയിലി സ്കിൻ കെയറിന് യൂസ് ചെയ്യുന്ന മോയ്സ്ചറൈസർ, സൺസ്ക്രീൻ, അതുപോലെ എപ്പോഴും യൂസ് ചെയ്യുന്ന ലിപ്സ്റ്റിക്സ്, ഐ മേക്കപ്പിന് യൂസ് ചെയ്യുന്ന സാധനങ്ങൾ, മേക്കപ്പ് ബ്രഷസ്, ഇതൊക്കെയാണ് ഞാൻ ഇതിൻ്റെ ഉള്ളിൽ ഓർഗനൈസ് ചെയ്ത് വെച്ചത്. ഇതിൻ്റെ 16 സെഗ്മെൻറ്റ്സ് പല വലിപ്പത്തിലുള്ളതായതുകൊണ്ട് തന്നെ പല പല ഐറ്റംസ് നമുക്ക് പല സെഗ്മെൻറ്റിലായിട്ട് ഓർഗനൈസ് ചെയ്ത് വെക്കാം. ഇതിനൊപ്പം ചെറിയ ഡ്രോൾസ് വരുന്ന പോലെ, അതുപോലെ 9 സെഗ്മെൻറ്റിൻ്റെ 24 സെഗ്മെൻറ്റ്സിൻ്റെ ഒക്കെ ഡിഫറെൻറ്റ് സൈസസിൽ ഈ ഒരു പ്രോഡക്റ്റ് അവൈലബിൾ ആയിട്ടുണ്ട്. ഞാൻ ഈ ഒരു ബോക്സാണ് ബാംഗിൾസ് ഒക്കെ ഓർഗനൈസ് ചെയ്ത് വെക്കാനായിട്ട് ഉപയോഗിച്ചിരുന്നത്. പക്ഷേ ഇതിൻ്റെ കുഴപ്പം കണ്ടാൽ അറിയാം, നമ്മളെല്ലാം കൂടി മിക്സ് ചെയ്തിട്ടേക്കാണ് എല്ലാ ബാംഗിൾസും കൂടി. ഇത് നമുക്ക് തിരിച്ച് വെക്കാനായിട്ട് ഈ ഒരു ഓർഗനൈസർ ഞാൻ വാങ്ങിയിട്ടു. അത് പ്ലാസ്റ്റിക് മെറ്റീരിയലാണ്. ഇതിൻ്റെ ഉള്ളിൽ ഇതുപോലത്തെ റോഡ്സ് വരുന്നത് കൊണ്ട് തന്നെ നമുക്ക് പല ബാംഗിൾസ് പല രീതിയിൽ സെറ്റ് ചെയ്ത് തന്നെ ഇതിൽ ഓർഗനൈസ് ചെയ്ത് വെക്കാനായിട്ട് പറ്റും. ഇതിൻ്റെ ഈ റോഡ്സ് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഇതിൻ്റെ ഉള്ളിൽ സെറ്റ് ചെയ്ത് വെച്ചാൽ മതിയാവും. 4 സെഗ്മെൻറ്റ്സ് ആയിട്ട് നമുക്കിത് വെക്കാനായിട്ട് പറ്റും. ക്ലിയർ ബോക്സ് ആയതുകൊണ്ട് തന്നെ നമുക്ക് മുകളിൽ നിന്ന് കാണാനും പറ്റും ഏത് ബാങ്കിൾ എവിടെയാണ് ഇരിക്കുന്നതെന്നുള്ളത്. ഇതും മൾട്ടി പർപ്പസ് ഓർഗനൈസർ ആണ്. നമുക്കിപ്പോൾ വളകൾ മാത്രമല്ല, ഇതിൽ ബ്രേസ്ലെറ്റ്സ്, വാച്ചസ് ഒക്കെ നമുക്ക് ഓർഗനൈസ് ചെയ്ത് വെക്കാം. മറ്റുള്ള ജ്വല്ലറി ഐറ്റംസ് എന്ത് വേണമെങ്കിലും നമുക്കിതിൽ ഓർഗനൈസ് ചെയ്ത് വെക്കാനായിട്ട് പറ്റും. വള മിക്സായി പോകുന്നുള്ള ഒരു ടെൻഷനും വേണ്ട, നമുക്ക് എടുത്ത് ഉപയോഗിക്കാനും വളരെ ഈസിയാണ്. ഇനി ഈ ഓർഗനൈസേഴ്സ് നമുക്ക് ഡ്രസ്സിംഗ് ടേബിൾ ക്യാബിനറ്റിലേക്ക് വെക്കാം. നമ്മുടെ ഡ്രോറിൽ നമ്മൾ ആദ്യമായിട്ട് വെച്ചത് അഗാരോ വോളിയമൈസർ ഹെയർ ഡ്രയർ ആണ്. അതിൻ്റെ കൂടെ എൻ്റെ വാച്ചസും പിന്നെ ബുള്ളറ്റ് ലിപ്സ്റ്റിക്സ്, ചെറിയ ലിപ്സ്റ്റിക്സ് അതും കൂടി വെച്ചിട്ടുണ്ട്. അത് എപ്പോഴും ഉപയോഗിക്കുന്നതായതുകൊണ്ടാണ് അവിടെ വെച്ചത്. പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ ഇയറിംഗ് ഓർഗനൈസർ ഉണ്ടല്ലോ, പ്ലാസ്റ്റിക് ബോക്സസ് 2 വെച്ച് കൊടുത്തു. മുകളിലേക്ക് തുറന്നെടുക്കുന്നതായതുകൊണ്ട് മുകളിൽ നിന്ന് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഡ്രോറിൽ തന്നെ ആ ഓർഗനൈസർ വെച്ച് കൊടുത്തത്. അതിന് സൈഡിലായിട്ട് ഡെയിലി യൂസ് ചെയ്യുന്ന കോംസും ഓർഗനൈസ് ചെയ്ത് വെച്ചു. അപ്പോൾ ഡ്രോർ കഴിഞ്ഞു. പിന്നെ നമുക്ക് 2 ക്യാബിനറ്റാണുള്ളത്. നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന ഐറ്റംസ് എല്ലാം തന്നെ, സ്കിൻ കെയർ പ്രോഡക്ട്സും എല്ലാം വെച്ച് ആ ഒരു ഓർഗനൈസർ ഉണ്ടല്ലോ, അത് ഞാൻ ഫസ്റ്റ് മുകളിലെ ക്യാബിനറ്റിൽ വെച്ച് കൊടുത്തു. ഇതാവുമ്പോൾ നമുക്ക് നേരെ ഐ കോണ്ടാക്റ്റ് പെട്ടെന്ന് വരുന്നത് കൊണ്ട് എടുത്ത് ഉപയോഗിക്കാൻ കുറച്ച് എളുപ്പമുണ്ടാവും. നെക്സ്റ്റ് ഇതിനടുത്ത് നമ്മൾ നമ്മുടെ ബാങ്കിൾ ബോക്സ് ആണ് കേട്ടോ വെച്ച് കൊടുത്തത്. ബാങ്കിൾസ് എപ്പോഴും ഉപയോഗിക്കാത്തത് കൊണ്ട് തന്നെ അതിൻ്റെ മുകളിൽ ഈ ഒരു ബാസ്ക്കറ്റ് ഐക്കിയെന്ന് വാങ്ങിയതാണ്. നെയിൽ കട്ടർ, നെയിൽ പെയിൻസ് എല്ലാം ഓർഗനൈസ് ചെയ്ത് അതിന് മുകളിൽ വെച്ച് കൊടുക്കുകയാണ് ചെയ്തത്.
താഴെയുള്ള ക്യാബിനറ്റിൽ ഈ ഒരു ക്ലിയർ ബോക്സ്, ഇതും സെഗ്മെന്റ്സ് വരുന്നതാണ്. അതിൽ ഞാൻ ചെയിൻസ് ആണ് ഓർഗനൈസ് ചെയ്ത് വെച്ചത്. ഞാൻ ചെയിൻസ് വളരെ അപൂർവേ ഉപയോഗിക്കാറുള്ളൂ, അതുകൊണ്ടാണ് ഇത് ഞാൻ താഴത്തെ തട്ടിൽ വെച്ച് കൊടുത്തത്. അതിന് മുകളിലുള്ള ഇതുപോലത്തെ സെഗ്മെന്റ് ബോക്സിൽ എൻ്റെ ഹെയർ ആക്സസറീസ്, ക്ലിപ്സ്, അതുപോലെ തലയിൽ നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ ഐറ്റംസും ഇതിൻ്റെ ഉള്ളിൽ പല പല സെഗ്മെന്റ്സിലായിട്ട് ഓർഗനൈസ് ചെയ്തിട്ട് അതും ഇതിന് മുകളിലേക്ക് വെച്ചു കൊടുത്തു. ഓരോ ഐറ്റംസ് ഓരോന്നായിട്ട് വെക്കുന്നതിന് പകരം എല്ലാം കൂടി ചേർത്ത് ഒരു ബാസ്ക്കറ്റിൽ ഓർഗനൈസ് ചെയ്ത് വെക്കാം. അപ്പോൾ ഹീറ്റ് പ്രൊട്ടക്റ്റിംഗ് സ്പ്രേ, ബോഡി ലോഷൻ, കോട്ടൺ പാഡ്സ്, പിന്നെ ചെറിയൊരു ബോക്സിൽ കുറച്ച് സേഫ്റ്റി പിൻസ് എല്ലാം കൂടി ഇതിനുള്ളിൽ, ഈ ബാസ്ക്കറ്റിനുള്ളിൽ വെച്ച് കഴിഞ്ഞാൽ ഡ്രസ്സിംഗ് ടേബിൾ ക്യാബിനറ്റ് ഓർഗനൈസേഷൻ പൂർത്തിയായി. വളരെ കുറച്ച് സ്പേസിൽ നമുക്ക് ഇതുപോലെ ഓർഗനൈസ് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു സിസ്റ്റം നമുക്ക് ഫോളോ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് പറ്റും. ഇതുപോലത്തെ സ്റ്റാക്കബിൾ ബോക്സസ് നമ്മൾ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒന്നിന് മുകളിൽ ഒന്നായിട്ട് നമുക്ക് ആ ഒരു വെർട്ടിക്കൽ സ്പേസും നന്നായിട്ട് ഉപയോഗിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. എല്ലാ പ്രോഡക്ട്സിൻ്റെയും ലിങ്ക് ഞാൻ ടാഗ് ചെയ്തേക്കാം. നല്ലൊരു ഹെൽപ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആയിട്ട് ലേഡീസ് നോപ്പാഡിൻ്റെ പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം.